കുട്ടികളെ നമുക്ക് ആദ്യമായിട്ട് ഞാൻ പപ്സ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിന് മുമ്പായിട്ടത് ഈ ഇഞ്ചക്ഷൻ എന്നാണ് എന്തെങ്കിലും ആവട്ടെ, ഈ കുക്ക് വെയർ പല ആൾക്കാരും മേടിച്ചിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റൗ വെട്ടാൻ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ മേടിച്ചത്. എനിക്ക് ഒരു ഒടുക്കത്തെ കറണ്ട് ബില്ല് വരുമായിരുന്നു. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കിയല്ല വാങ്ങിച്ചത്. പക്ഷേ നമുക്കിപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു കുക്ക് വെയറാണ് ഞാൻ മേടിച്ചത്. പ്രസ്റ്റീജിൻ്റെയാണ്, ലിങ്ക് കൊടുത്തേക്കാം. ആദ്യം നമ്മൾ ഓയിൽ ഒഴിക്കുക, ഒരു പച്ചമുളകും വെളുത്തുള്ളിയും കുറുകുറുന്ന് അരിഞ്ഞിട്ട് അത് വഴറ്റുക, സവാള ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞ് വഴറ്റുക, ഒരു തക്കാളി ഇടുക, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി എല്ലാം ഒന്ന് വഴറ്റിയിട്ട് ഒരു 1/2 സ്പൂൺ വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ഇട്ടോട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണുന്നതും ആദ്യത്തെ തവണയാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണതാണ്. ഇൻബെക്സിൻ്റെ നമ്മുടെ എയർ ഫെയർ മേടിച്ചിട്ട്, സത്യം പറയില്ല, മേടിച്ചിട്ട് ആദ്യത്തെ പ്രഹസനത്തിന് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഒന്നും ഉണ്ടാക്കില്ലായിരുന്നു. ഈ മൊരിഞ്ഞ് വരുമ്പോഴേ ഇച്ചിരി വെള്ളം ഒഴിക്കണത് ഒരു മയം കിട്ടാനാണ്. എന്നിട്ട് നമുക്ക് ഈ പപ്സിൻ്റെ ഈ ഒരു ഷീറ്റ് മേടിക്കാൻ കിട്ടും. എന്നിട്ട് അതിൽ കുറച്ച് മസാല വെക്കുക, മുട്ട പകുതിയായിട്ട് വെക്കുക, എന്നിട്ട് ഇതിങ്ങനെ അടക്കുക. അടച്ചിട്ട് നന്നായിട്ട് ഒട്ടിക്കണം കേട്ടോ. കർത്താവ് ഇതെന്താവുമെന്ന് എനിക്കൊരു പിടുത്തില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണതാണ്. എന്താണെന്നറിയത്തില്ല, ഈ പപ്സിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത്. ഇവിടെ സിബിച്ചനൊക്കെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും വീഡിയോയിൽ പറഞ്ഞ വരെ ഞാനൊരു 185 ഡിഗ്രി ചൂടും ഒരു 15 മിനിറ്റും സെറ്റ് ചെയ്തിട്ട് നേരെ ഇതങ്ങൾ വെച്ചു. ആ താഴെ വിരിക്കണ ഷീറ്റൊക്കെ ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഈ ഓവനിലുള്ളിൽ, ഓവനല്ല, ഫ്രയറിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചില്ലേ, അതിങ്ങനെ പരട്ടി കൊടുക്കണം. ഞാൻ എന്ത് ചെയ്ത് വീട്ടിലല്ലേ, അപ്പോൾ ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് പരട്ടി കൊടുത്തിട്ട് ഇതങ്ങ് ഓൺ ചെയ്ത് സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് പുറത്ത് വെയിറ്റ് ചെയ്ത് ആദ്യത്തെ 15 മിനിറ്റ് ഓക്കെ ദേ ഇത്രയും ഫ്രൈ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി ഒന്ന് മൊരിയാനുണ്ട്. തിരിച്ചിട്ട് നോക്കിയപ്പോൾ ബാക്ക് സൈഡ് അനങ്ങിയിട്ടില്ല. അപ്പോൾ വീണ്ടും ഞാൻ തിരിച്ചു വെച്ചിട്ട് ഈ ബട്ടർ മുട്ടയൊക്കെ പരട്ടി കൊടുത്തിട്ട് വീണ്ടും 15 മിനിറ്റ് വെച്ച്. ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ 15 മിനിറ്റാണ് യൂട്യൂബേഴ്സ് വീഡിയോയിൽ പറയുന്നത്. എനിക്ക് ശരിക്കും 30 മിനിറ്റ് ആയിട്ടോ. അപ്പം നമ്മളുടെ ഒരു തലയിലുള്ള ആൾതാമസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കാം. മൊത്തം 30 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വന്നപ്പോഴേക്കും സെറ്റായിട്ടാ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ സമ്മതി.